സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് യുഡിഎഫ് സർക്കാർ ഉടൻ ഉത്തരവ് പുറത്തിറക്കണമെന്ന് ജനകീയ സമരസമിതി. സമരം നടത്തിയവർക്കെതിരെ ഇടതു സർക്കാർ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറപ്പുകൾ പാലിക്കണമെന്നും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, കൃത്യമായ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ആ മഞ്ഞക്കുട്ടി തെറിക്കുമോ ഇല്ലയോ ഇന്ന് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെ ആവശ്യങ്ങൾ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? രാഗി, യുഡിഎഫ് സർക്കാരിന്റെ രണ്ടാമത് മന്ത്രിസഭാ യോഗം പുരോഗമിക്കുമ്പോൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പിൻവലിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സമരസമിതി ഉള്ളത്. മാടപ്പള്ളിയിൽ ഈ സംസ്ഥാനത്തെ ആകെ സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ പ്രതിഷേധങ്ങൾ കണ്ട മാടപ്പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഉയർന്നിരിക്കുന്ന സമരപന്തൽ 1500 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. LDF സർക്കാർ ഈ വലിയ ജനരോക്ഷമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ പദ്ധതി മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തെങ്കിലും ആ വിജ്ഞാപനം പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടില്ല. വിജ്ഞാപനം പിൻവലിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ആ വിജ്ഞാപനം പിൻവലിച്ചാൽ മാത്രമാകും ഈ നാട്ടുകാർക്ക്, ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റമുണ്ടാവുകയുള്ളൂ. അത് പ്രധാനമായും ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ സ്ഥലം വിൽപ്പനയ്ക്ക് സാധ്യമാകുന്നില്ല, വായ്പാ ഇടപാടുകൾ ബാങ്കുകൾ ലഭ്യമാകുന്നില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. കേസുകൾ ചുമത്തപ്പെട്ടവർക്ക് വിദേശത്തേക്ക് പോകാനാകുന്നില്ല, ജോലി ലഭിക്കുന്നില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ കയറി മന്ത്രിസഭയുടെ ആദ്യ തീരുമാനങ്ങളിലായി തന്നെ ഈ വിജ്ഞാപനം പിൻവലിക്കണം, ഈ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് രേഖാമൂലം ഇറക്കണം എന്നുള്ളതായിരുന്നു ജനകീയ സമരസമിതിയുടെ ആവശ്യം. ആ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പ്രദേശവാസികൾ ഒന്നാകെ. ഇപ്പോൾ മന്ത്രിസഭ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. സമരസമിതിയുടെ ജില്ലാ നേതാക്കൾ ഇന്നലെ ബഹുമാനപ്പെട്ട തോമസ് കുട്ടഞ്ചെറിയും പ്രിയപ്പെട്ട മിനി കെ ഫിലിപ്പും ഒക്കെ ഇന്നലെ നേരിട്ടെത്തി നിവേദനം നൽകിയിരുന്നു. ഇപ്പോൾ ശുഭപ്രതീക്ഷയിലാണ്, ഒരു നാട് മുഴുവൻ ശുഭപ്രതീക്ഷയാണ്. കാരണം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരങ്ങളാണ് ഇവിടെ മാടപ്പള്ളിയിൽ അരങ്ങേറിയത്. ഇത് വലിയൊരു ജനകീയ വിജയമാണ്. ഇത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനങ്ങളുടെ ഒരു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ വിജയമാണ്. ഒരുപക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ ഇവിടെ ഈ സമരപന്തലിൽ വന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായി. ഇന്നലെ നിങ്ങളുടെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി അദ്ദേഹത്തിന് നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭ മണിക്കൂറുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതീക്ഷ തന്നെയാണ്, ഇന്ന് തന്നെ ഈ ഉത്തരവ് പിൻവലിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് 100% ശുഭപ്രതീക്ഷയാണ് സമരസമിതിക്കും നാട്ടുകാർക്കും ഉള്ളത്. ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുള്ളത്? ഇന്നലെ അങ്ങാണല്ലോ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ആശാവർക്കർമാരുടെ സമരപന്തലിൽ ചെന്ന് മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ വി.ഡി. സതീശൻ ചെന്ന് ക്യാബിനറ്റിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ ക്യാബിനറ്റിൽ ആദ്യം എടുക്കുന്ന തീരുമാനം എന്താണ്? അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സമരപന്തലിൽ വന്ന് 500-ാം ദിവസത്തെ ഈ സമരപന്തലിൽ വന്ന് പ്രഖ്യാപിച്ചതാണ്, യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിൻ്റെ ഉത്തരവുകൾ പിൻവലിക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും തീർച്ചയായിട്ടും ഞങ്ങളോട് പറഞ്ഞാണ്. പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പുതുകിയ യാത്രയുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, കോട്ടയത്ത് പ്രഭാത ഭക്ഷണം നടത്തിയപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്, ഈ പദ്ധതി പിൻവലിക്കും, കേസുകൾ പിൻവലിക്കും. അന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ ഈ സമരപ്പന്തലിൽ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ പന്തൽ പൊളിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു സമരപ്പന്തലാണിത്. സ്ത്രീകളെ അടക്കം പിണറായി സർക്കാരിൻ്റെ പോലീസ് വലിച്ചിഴയ്ക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടത് ഇവിടെ നിന്നായിരുന്നു, ഈ സമരപ്പന്തലിൽ നിന്നായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ നടന്ന കേരളത്തിനെതിരെയുള്ള സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് തന്നെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 1500 ദിവസങ്ങളിലേക്ക് ഈ സമരം കടക്കുമ്പോൾ ഈ പദ്ധതി പൂർണ്ണമായും പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനവുമായി ആ സമരപ്പന്തൽ ഇപ്പോഴും ഇവിടെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ഉയർന്നു തന്നെ നിൽക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത്, ഇവർ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിർദ്ദിഷ്ട പദ്ധതി മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് ഈ പദ്ധതി പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണം. മന്ത്രിസഭയുടെ രണ്ടാമത് യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിൽ തന്നെ ഇന്ന് തന്നെ ആ പദ്ധതി പിൻവലിച്ചു എന്നുള്ള വിജ്ഞാപനം പുറത്തിറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളത്. രാഖി.
ശരി മിഥുൻ, എന്തായാലും മഞ്ഞക്കുറ്റി തെറിക്കുമോ ഇല്ലയോ ഇനി അധികം വൈകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സമരസമിതി അതിശക്തമായ സമരവുമായി മുന്നോട്ട് തന്നെയാണ്. സർക്കാർ ഉത്തരവിറക്കണം, അതുവരെ സമരം തുടരും. അതോടൊപ്പം തന്നെ വകുപ്പ് വിഭജനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഷറീസ് ലീഗിന് തന്നെ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ലീഗിന് വഴങ്ങി, അതായത് ലത്തീൻ സഭയെ അടിമുടി വഞ്ചിച്ചിരിക്കുകയാണ് സതീശൻ സർക്കാർ എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്.